നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അടിമക്കൂട്ടങ്ങളെ അധികനാൾ മേയിച്ചു കൊണ്ട് നടക്കാൻ കഴിയില്ല. അവർ സ്വത്വബോധം വീണ്ടെടുത്താൽ പലപ്പോഴും നേതാവിനെതിരെ കൈചൂണ്ടും. അതുതന്നെയാണ് ഇക്കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ CPM-ന് സംഭവിച്ചതും. സംസ്ഥാന CPM-ലെ അവസാന വാക്കാണ് പിണറായി വിജയൻ. എന്തിനേറെ CPM ദേശീയ സെക്രട്ടറി പോലും പിണറായി വിജയൻ്റെ കൈക്കുമ്പിളിലാണ്. പാർട്ടിയിലും ഭരണത്തിലും ഒരൊറ്റ വാക്ക്. പിണറായി വിജയൻ്റെ ഏകാധിപത്യ ശൈലി തന്നെയാണ് ഇപ്പോൾ CPM-ൻ്റെ മുഖമുദ്രയും. ഇപ്പോഴിതാ ആ പിണറായി വിജയനെതിരെ പാർട്ടിയിൽ മറുവാദമുയരുന്നു. ചിലർ കൈ ചൂണ്ടുന്നു. പാർട്ടി അതിനിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കവേ തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ് എന്ന് പാർട്ടിയിലെ ചില നേതാക്കൾ ഉച്ചത്തിൽ പറയുന്നു. മറുവശത്ത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചില വാർത്തകൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളായി വരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യമുയർത്താൻ ഇതാ നാവുയർന്നിരിക്കുന്ന അടിമക്കണ്ണുകൾ. അതുതന്നെയാണ് CPM-ലെ ഏറ്റവും പുതിയ വിപ്ലവവും. പാർട്ടി സെക്രട്ടേറിയറ്റിൽ പിണറായിസത്തിനെതിരെ അതിശക്ത വിമർശനങ്ങൾ ഉയർന്നതോടെ പിണറായി അക്ഷരാർത്ഥത്തിൽ ചുരുണ്ടുകൂടുന്നു. മറുവശത്ത് എല്ലാവർക്കും മുന്നിൽ ലേലുവല്ലു പറയുന്ന പിണറായി വിജയൻ ഒരു പരിഹാസ കഥാപാത്രമാകുന്നു. പല ഏകാധിപതികൾക്കും അവസാന കാലത്ത് സംഭവിക്കുന്ന അതേ ദുര്യോഗം തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയന് സംഭവിച്ചിരിക്കുന്നതും. ചിലർ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ ഓർമ്മപ്പെടുത്തുന്നു. വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ട നെപ്പോളിയനെ പിന്നീട് ഒരു ദ്വീപിൽ ഏകാന്ത തടവിലാക്കിയ ബ്രിട്ടീഷ് സൈന്യം അവിടെയൊന്ന് ഉറക്കെ കരയാൻ പോലുമുള്ള സ്വാതന്ത്ര്യം നെപ്പോളിയൻ അനുവദിച്ചിരുന്നില്ല. ഏതാനും അടുത്ത ചില ആളുകളെ മാത്രം അദ്ദേഹത്തെ സന്ദർശിക്കാൻ അനുവാദം നൽകി. ഏതൊരു ഏകാധിപതിയെയും കാത്തിരിക്കുന്നത് സമാനമായ വിധി തന്നെയാണ്. ചരിത്രം നമുക്ക് പലതും പറഞ്ഞു തരും. പതിവ് ശൈലിയിൽ തൻ്റെ ഏകാധിപത്യം വിളിച്ചോതുന്ന മുഖവുമായി തിങ്കളാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പിണറായി കടന്നു വന്നത് അല്പം വൈകി. മുഖത്ത് ഗൗരവഭാവം വരുത്തി പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന അംഗങ്ങളെ നോക്കി ഒരു ചെറുപുഞ്ചിരി. പിന്നീട് ഗവർണറുമായുള്ള സമവായം പിണറായി വിജയൻ ഒന്ന് വിശദീകരിച്ചു. തൽക്കാലം നമ്മൾ ഗവർണർക്ക് മുന്നിൽ ഒന്ന് കീഴടങ്ങുന്നതാണ് നല്ലത്. അപ്രതീക്ഷിതമായി ഇതാ പാർട്ടിയിൽ നിന്ന് ചിലർ പൊട്ടിത്തെറിക്കുന്നു. ഇങ്ങനെയൊരു കാര്യം ആവശ്യമുണ്ടായിരുന്നോ സഖാവേ എന്ന ചോദ്യം അവിടെ പിണറായി വിജയൻ ആദ്യമായൊന്ന് പതറി. PM ശ്രീ പദ്ധതിയിൽ സമാനമായ സാഹചര്യത്തിൽ സർക്കാർ പെട്ടത് ഓർമ്മയുണ്ടാകണമായിരുന്നു എന്ന് പാർട്ടിയുടെ നേതാക്കൾ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. മലബാറിൽ നമുക്ക് സംഭവിച്ചത് ഈ ദുരന്തമാണ്. PM ശ്രീയിൽ BJP-യുമായി സമവായത്തിന് മുതിർന്നതോടെ CPM RSS-നും BJP-ക്കുമൊക്കെ കീഴ്പ്പെടുന്നു എന്ന ചിന്ത മലബാറിൽ ശക്തമായി. അതാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ മലബാറിലുണ്ടായ തോൽവിയുടെ മുഖ്യ കാരണം. സമാന സാഹചര്യത്തിലേക്ക് ഗവർണറുമായുള്ള ഈ സമവായവും ചെന്നെത്തുന്നു. എന്തിനാണ് ഗവർണർക്ക് മുന്നിൽ ഇങ്ങനെ മുട്ടുമടക്കിയത് എന്ന് പാർട്ടി നേതാക്കളുടെ പച്ചയ്ക്കുള്ള ചോദ്യം. സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കവേ എന്തിനാണ് ഗവർണർക്ക് വഴങ്ങിക്കൊടുത്തത് എന്ന പാർട്ടി സഖാക്കളുടെ ചോദ്യത്തിന് മുന്നിൽ പിണറായി വിജയൻ ഉത്തരം മുട്ടുന്ന കാഴ്ച. പാർട്ടി ഇതുവരെ കൈക്കൊണ്ടുപോകുന്ന തീരുമാനങ്ങളിൽ നിന്ന് പെട്ടെന്ന് എന്തിനിങ്ങനെയൊരു മലക്കം മറിച്ചിൽ എന്ന് പാർട്ടിയുടെ മുതിർന്ന സഖാക്കൾ ചോദിക്കുന്നു. പ്രത്യേക സാഹചര്യമായിരുന്നു നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. ഇത് കീഴടങ്ങലല്ല, തന്ത്രമാണ് എന്ന് പിണറായി വിജയൻ. സുപ്രീം കോടതിയുടെ കൈകളിലേക്ക് സർവകലാശാല നിയമനങ്ങളുടെ ചുമതല പോവാതിരിക്കാൻ ഗവർണറുമായി ഒരു സമവായം മാത്രമാണ് ഇപ്പോൾ തയ്യാറാക്കിയത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും പാർട്ടി നേതാക്കൾ വകവെച്ചു കൊടുത്തില്ല. മന്ത്രിമാരായ P. രാജീവും R. ബിന്ദുവും ഗവർണറുമായി ചർച്ച നടത്തി എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. എന്നാൽ ആ ചർച്ചയിൽ മന്ത്രിമാർ കട്ടയ്ക്ക് നിന്നു. പിന്നീട് വിട്ടുവീഴ്ച ചെയ്തതും ലേലുവല്ലു പറഞ്ഞതും മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് നേതാക്കളുടെ മനസ്സിൽ വ്യക്തമായി അറിയാം. നേരത്തെ മന്ത്രിമാർ ഇത്തരമൊരു ചർച്ചയ്ക്ക് ഗവർണറുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകുമ്പോൾ അക്കാര്യം പാർട്ടിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഗവർണർക്ക് മുന്നിൽ മുട്ടുമടക്കി വിട്ടുവീഴ്ചയെല്ലാം ചെയ്ത് പിന്നീടാണ് പാർട്ടിയെ ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി ധരിപ്പിക്കുന്നത് എന്നും മുതിർന്ന സഖാക്കൾ ഓർമ്മപ്പെടുത്തി. പാർട്ടിയെ വിശ്വാസത്തിലെടുക്കാത്ത ഒത്തുതീർപ്പിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മുതിർന്നിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്ത് എന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. കേരളത്തിൻ്റെ CPM-നേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് ഡോക്ടർ സിസ തോമസിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ നിയമനം. 2022 മുതൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിൽ മുഖ്യസ്ഥാനത്ത് നമ്മൾ കേൾക്കുന്ന പേരാണ് ഡോക്ടർ സിസ തോമസ്.
താൻ ഏറ്റെടുത്ത പദവിയിൽ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യുമെന്ന് സർക്കാരിൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞ പുലിക്കുട്ടി, അതിലപ്പുറം പിണറായി വിജയൻ എന്ന സർവാധികാരി അവരെ തകർക്കുമെന്ന് വീമ്പ് പറഞ്ഞിട്ടും പിണറായിക്ക് മുന്നിലോ ഭരണകൂടത്തിന് മുന്നിലോ ഭയപ്പെടാത്ത ധീരവനിത എന്നവർ ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നു. അതേ സിസ തോമസിനെയാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഗവർണർ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ഒപ്പം ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ വൈകുന്നതുകൊണ്ട് ആ സർവകലാശാലയുടെ അധിക ചുമതല കൂടി ഡോക്ടർ സിസ തോമസിന്. ഇതിൽ പരം എന്ത് തോൽവി ഏറ്റുവാങ്ങണം ഈ പിണറായി വിജയൻ സർക്കാർ? തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ഉറപ്പിക്കാനും ബൃഹത് പദ്ധതികളുമായി പെട്ടെന്ന് നമ്മൾ മുന്നിട്ടിറങ്ങണമെന്ന അണികളോടും പാർട്ടി നേതാക്കളോടും ആഹ്വാനം ചെയ്ത പിണറായി വിജയൻ ഇതാ അമ്പേറ്റ് തളർന്നു വീഴുന്ന കാഴ്ച. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തണമെന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തുറന്നടിച്ചു. ഇതാണ് പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കെങ്കിൽ ബംഗാളിന് സമാനമായ അവസ്ഥയുണ്ടാകും എന്ന് അവരുടെ മനസ്സ് മന്ത്രിച്ചു. അതുകൊണ്ടാണ് ചില അടിമക്കണ്ണുകൾ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നതും. ഇടതുപക്ഷത്തിൻ്റെ അനിവാര്യത ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ PM ശ്രീയിലും ഗവർണർക്ക് മുന്നിലും മുട്ടുവഴങ്ങി BJPക്കും RSSനും കീഴടങ്ങുന്നതാണോ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നത് എന്ന പാർട്ടി നേതാക്കളുടെ ചോദ്യത്തിന് മുന്നിലും പിണറായി വിജയൻ ഉത്തരം മുട്ടി. ഡോക്ടർ സിസ തോമസിന്റെ നിയമനം മാത്രമല്ല, മറുവശത്ത് കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നു. ശാസ്താംകോട്ട DB കോളേജിലെ പ്രിൻസിപ്പലായി അനിൽകുമാറിനെ നിയമിച്ചുകൊണ്ട് ഗവർണർ തൻ്റെ പകരം ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ നാവടക്കി വീർപ്പ് മുട്ടി നിൽക്കുകയാണ് പിണറായിയും ഭരണകൂടവും. അനിൽകുമാറിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇത്തരമൊരു മാറ്റമെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. എന്നാൽ കാര്യങ്ങളുടെ പോക്ക് അങ്ങനല്ല. അനിൽകുമാറിനെ രജിസ്ട്രാറായി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് ലോക്ഭവൻ വ്യക്തമാക്കി. പിന്നെ കീഴടങ്ങുകയല്ലാതെ മറ്റെന്തു മാർഗം? ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് അനിൽകുമാറിനെ നേരത്തെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനു പിന്നാലെ കേരള യൂണിവേഴ്സിറ്റി തകിടം മറിച്ചുകൊണ്ടുള്ള SFIയുടെ പ്രതിഷേധ സമരങ്ങൾ. ആ സമരത്തെ നട്ടെല്ലുയർത്തി നേരിട്ടത് ഡോക്ടർ സിസ തോമസ് അന്ന് താൽക്കാലിക വൈസ് ചാൻസലർ ചുമതല ഏറ്റെടുത്തപ്പോൾ. വൈസ് ചാൻസലറായിരുന്ന സിസ തോമസിനെ SFI എന്ന് പരസ്യമായി വെല്ലുവിളിച്ചു. ലോക്ഭവനും ഗവർണറും സിസ തോമസിന് വേണ്ടത്ര പിന്തുണയുമായി ഒപ്പം നിന്നു. ആ യുദ്ധമാണ് സമ്പൂർണ്ണ കീഴടങ്ങലിലേക്ക് പിണറായിയെ എത്തിച്ചിരിക്കുന്നതും. കഴിഞ്ഞ ഏതാനും മാസമായി സസ്പെൻഷനിൽ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിക്കാൻ സർക്കാർ ഉത്തരവ്. മോഹനൻ കുന്നുമ്മലാണ് രജിസ്ട്രാറായിരുന്ന അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ സസ്പെൻഷനിലുള്ള അനിൽകുമാറിനെ എങ്ങനെ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമെന്ന ചോദ്യം സർക്കാരിന് മുന്നിൽ. തനിക്കിനി രജിസ്ട്രാറായി തുടരാൻ താൽപ്പര്യമില്ലെന്നും മാതൃവകുപ്പിലേക്ക് മടങ്ങിപ്പോകണമെന്നും നേരത്തെ അനിൽകുമാർ സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്നാണ് സർക്കാർ പറയുന്നത്. അവിടെയും തോൽക്കാൻ തന്നെയാണ് പിണറായി വിജയന്റെ വിധി. പിടിച്ചു നിൽക്കാൻ ചില ഒത്തുതീർപ്പുകൾ വേണ്ടിവരുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് വിശദീകരണം നൽകിയത്. എന്നാൽ RSS അജണ്ട നടപ്പാക്കുന്നതിനെതിരെയുള്ള രാഷ്ട്രീയ പ്രതിരോധം കൂടിയാണ് ഇപ്പോൾ തകർന്നു വീണത് എന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പിണറായി വിജയനെ ഓർമ്മപ്പെടുത്തി. സുപ്രീം കോടതിയിലെ പോരാട്ടം എന്തിനായിരുന്നുവെന്ന ചോദ്യത്തിന് ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ മറുവശത്ത് എല്ലാ വീരവാചകങ്ങളും തകർന്നു വീഴുന്ന കാഴ്ച. സർവകലാശാലയിൽ തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പതനം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നതും. തദ്ദേശഭരണ തോൽവിക്ക് പിന്നാലെ ഒന്നൊന്നായി വീഴ്ചകളുടെ മഹാപർവമാണ് പിണറായി വിജയനെ കാത്തിരിക്കുന്നത്. സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടികയിൽ നിന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നയാളെ ഗവർണർ നിയമിക്കണമെന്നതായിരുന്നു ആദ്യം സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇത് അംഗീകരിക്കാതിരുന്ന ഗവർണറുടെ നിലപാടിനെ സുപ്രീം കോടതി വിമർശിച്ചതുമാണ്. സമവായത്തിലേക്ക് എത്തിയില്ല എങ്കിൽ VC നിയമന നടപടികളിലേക്ക് കടക്കുമെന്ന് വ്യക്തമായി കോടതിയും നിലപാടെടുത്തിരുന്നു. ചുരുക്കത്തിൽ VC നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കാനിടയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് പിണറായി വിജയൻ തയ്യാറായത് എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ പിണറായി വിജയൻ ഉത്തരം നൽകാൻ നിർബന്ധിതരായിരിക്കുന്നത്. മറുവശത്ത് ചില യാഥാർത്ഥ്യങ്ങൾ പിണറായി വിജയനെ വേട്ടയാടുന്നു. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ തോൽവി ചില ദിശ സൂചകങ്ങളാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ തിരികെ കയറ്റാൻ കഴിയുമെങ്കിൽ അവിടെ തങ്ങളുടെ ആളുകളെ നിയമിച്ചവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് എന്ന ചിന്തയാവും ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ. പക്ഷെ അവിടെ തകരുന്നത് പാർട്ടിയുടെ സ്വപ്നങ്ങളാണ് എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുന്നില്ല. ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സജി ഗോപിനാഥിൻ്റെ പേര് CPM ആണ് മുന്നോട്ട് വച്ചത്.
എന്നാൽ അവിടെ നടന്ന ക്രമക്കേടുകളിൽ ഓഡിറ്റ് നടക്കുന്നത് ചൂണ്ടിക്കാട്ടി ഗവർണർ തന്നെ സജി ഗോപിനാഥിൻ്റെ പേര് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ആദ്യമെടുത്ു. ഒടുവിൽ സിസ തോമസിന് വേണ്ടി പിണറായി വിജയൻ വഴങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഗവർണറും ഒരു സമവായത്തിലെത്തി. 2022 കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ രാജശ്രീയുടെ നിയമനം ചട്ടപ്രകാരമായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ആ നിയമനം റദ്ദാക്കുന്നു. തുടർന്നാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ സിസയെ ഗവർണർ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കുന്നത്. പിന്നീട് കേരളം കണ്ടത് നടുക്കുന്ന സമര പരമ്പരകൾ. സർക്കാരിന് ഈ നിയമനത്തിൽ താൽപ്പര്യമില്ല, സിസ തോമസ് ഇത്തരമൊരു പദവി ഏറ്റെടുക്കരുത് എന്ന് സർക്കാർ തന്നെ സിസയോട് ആവശ്യപ്പെടുന്നു. അതിന് പുല്ലുവില കൊടുത്ത് സിസ തോമസ് തൻ്റെ ഔദ്യോഗിക കസേരയിലേക്ക്. പ്രതിരോധിക്കാൻ SFI പിള്ളേർ, മറുവശത്ത് യൂണിവേഴ്സിറ്റി ജീവനക്കാർ സിസയുമായി സഹകരിക്കുന്നില്ല. അന്ന് ജോയിനിങ് രജിസ്റ്റർ പോലും മാറ്റി രജിസ്ട്രാർ മുങ്ങിക്കളഞ്ഞു. ഒരു വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി അധികാരമേറ്റ സിസ തോമസ് പിന്നീട് സർക്കാരിനെ വിറപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഡിജിറ്റൽ സർവകലാശാലയിൽ പിന്നീട് വന്ന ഒഴിവിലേക്ക് ഇതേ സിസ തോമസിനെ നിയമിച്ചുകൊണ്ട് ഗവർണർ പിന്നീടും സർക്കാരിൻ്റെ മുന്നിൽ പകരം വീട്ടി. എല്ലാറ്റിനും ഒടുവിൽ 2025 ഡോക്ടർ സിസ തോമസിനെ വീണ്ടും വൈസ് ചാൻസലറായി തിരികെ കൊണ്ടുവന്ന് സർക്കാരിനെ ഏൽപ്പിക്കുന്ന പ്രഹരം ചില്ലറയല്ല. അതുതന്നെയാണ് ഈ സർക്കാരിനെ ഏറ്റവും അധികം അലട്ടുന്നതും. എന്നാൽ ആകെ തോറ്റമ്പി പണ്ടാരമടങ്ങി നിൽക്കുന്ന പിണറായി വിജയന് കീഴടങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും മുന്നിലില്ല. നിയമനം കിട്ടിയ ഡോക്ടർ സിസ തോമസ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഇതിനകം ചുമതലയേറ്റെടുത്തു. സർക്കാരുമായി തനിക്ക് പകയില്ലെന്നും സഹകരിച്ച് മുന്നോട്ടു പോകാനാണ് താൽപ്പര്യമെന്നും സിസ തോമസ് വ്യക്തമാക്കി. തിരിച്ചെത്തിയതിൽ സന്തോഷം, ഗവർണറുടെ പിന്തുണയ്ക്ക് നന്ദി. ഇതായിരുന്നു ഡോക്ടർ സിസ തോമസ് വീണ്ടും വൈസ് ചാൻസലറായി നിയമിതയായപ്പോൾ അവരുടെ പ്രതികരണം. ആ വാക്കുകളിലെല്ലാം ഉണ്ട്. പിണറായി വിജയന്റെ ധാർഷ്ട്യം തന്നെയാണ് ഈ തോൽവിക്ക് പിന്നിലെന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തുറന്നടിച്ചതോടെ മുഖ്യമന്ത്രി അട്ടപടലം വെട്ടിലായി. മാധ്യമപ്രവർത്തകരോട് കടക്കുപുറത്ത് എന്ന് ആക്രോശിക്കേണ്ടി വന്ന സംഭവം ഒരിക്കൽ കൂടി വിശദീകരിക്കേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക്. ഇതൊക്കെയാണ് ഇപ്പോൾ മുഖ്യനകപ്പെട്ട ഗതികേടുകൾ. വിളിക്കാത്ത സ്ഥലങ്ങളിൽ പോയിരിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് താൻ ആ പരാമർശം നടത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചു. അല്ല, നിങ്ങൾ ദയവായി ഒന്ന് പുറത്തേക്ക് പോയി തരുമോ എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്തു കടക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. അത്രയേയുള്ളൂ. 2017 ജൂലൈ മാസം തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രിയും BJP നേതാക്കളും തമ്മിൽ നടത്തിയ സമാധാന ചർച്ച. ആ ചർച്ചയിൽ കടന്നുവന്ന മാധ്യമപ്രവർത്തകരോടാണ് അന്ന് മുഖ്യമന്ത്രി കടക്കുപുറത്ത് എന്ന് ആക്രോശിച്ചത്. CPM BJP RSS സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണറുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു ഇത്തരമൊരു സമാധാന ചർച്ച. അന്നും പിണറായി വിജയന്റെ ആക്രോശത്തിന് പിന്നിൽ അഹങ്കാരത്തിന്റെ ഭാഷ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ തന്നെ നയിക്കണമോ എന്ന ചോദ്യം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. അമ്പരപ്പിച്ചു കളഞ്ഞു ഇത് പിണറായി വിജയനെ. അടിമക്കണ്ണുകൾ അവരുടെ നാവുയർത്തുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുമായിരുന്നില്ല ഏകാധിപതിയായ പിണറായി വിജയന്. അവിടെയാണ് എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞ് ചിലർ ആക്രോശങ്ങൾ ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നതോടെ അട്ടപടലം പാളി നിൽക്കുകയാണ് CPM. 2022 മുതൽ സിസ തോമസിനെതിരെ നേർക്കുനേർ നിൽക്കുന്ന സർക്കാരും ഗവർണറും. അതിനിടയിലാണ് അസാധാരണ വിജയത്തോടെ സിസ തോമസ് വീണ്ടും വൈസ് ചാൻസലറാകുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചത് തോൽവിയുടെ പടുവീഴ്ച തന്നെ. മറുവശത്ത് പാർട്ടി സഖാക്കളും പിണറായി വിജയനെ എടുത്തുടുത്തെറിയുമ്പോൾ ആകെ അടപടലം വെട്ടിലായി നിൽക്കുന്ന പിണറായി വിജയന്റെ നീക്കങ്ങളാണ് നമുക്ക് മുന്നിൽ. തദ്ദേശ ഭരണ തോൽവിയുടെ ഏറ്റവും ഭയാനകമായ കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.